ഹായ് ഗുഡ് മോർണിംഗ് അരുൺ. ഹായ് താങ്ക് യു. ഹലോ, അരുണിനെ കൂടി നമ്മൾ കിട്ടിയിരിക്കുന്നു. അരുൺ രാവിലെ എല്ലാ ദിവസവും നടക്കാൻ വരുന്നു പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇവിടെ കുറച്ച് ദൂരം 7 റൗണ്ട് നടക്കും. 7 റൗണ്ട് 2 റൗണ്ട് ഓടും. ആണോ? ശരി, 2 റൗണ്ട് ഓടും. അപ്പം മൊത്തം 9 റൗണ്ട്. അതെ 9 കിലോമീറ്റർ. അതിനുശേഷമായിരിക്കും കോടതിയിലേക്ക്. അതെ. അപ്പം ഞാനെപ്പോഴും പറയാറുണ്ട്, നമ്മളെ ചാനൽ ചർച്ചകളിൽ വരുന്നവരിൽ കോടതിയിൽ വളരെ കൃത്യമായി പോയി ഹാജർ വയ്ക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയാണ് നമ്മുടെ അരുൺ. അപ്പം അദ്ദേഹം മുഴുനീള രാഷ്ട്രീയ പ്രവർത്തകനുമാണ്, മുഴുനീള അഭിഭാഷകനുമാണ്. അതെ രണ്ടും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടോടും. ഞാൻ ഇന്ന് പ്രേക്ഷകരോട് നമ്മളിന്ന് തുടങ്ങുമ്പോൾ പറയായിരുന്നു, ജീവിതത്തിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു പ്രൊഫഷൻ ഉണ്ടാവണം. ആ പ്രൊഫഷനിൽ നിങ്ങൾക്ക് ലഹരി കണ്ടെത്താൻ പറ്റണം. അതോടൊപ്പം ഒരു അഡീഷണൽ ആയിട്ടുള്ള ലഹരി കൂടി നിങ്ങളുടെ ജീവിതത്തിൽ വേണം എന്നുള്ളതാണ്. അത് മറ്റൊരു പ്രൊഫഷനാണ് എന്നുള്ളതാണ്. നമ്മൾ ഹായ് അശോക് ചേട്ടാ, നമസ്കാരം. മോർണിംഗ്. ഒന്നുമില്ല, ഞങ്ങളൊരു ക്യാമ്പയിനുമായിട്ട് രാവിലെ ഇറങ്ങിയതാണ്. രാവിലെ എല്ലാ ദിവസവും നടക്കാറുണ്ടോ? ഉണ്ട്. 2 റൗണ്ട്. എത്ര റൗണ്ട് നടക്കും? 5 റൗണ്ട് എവറി ഡേ. ഞങ്ങളൊരു ക്യാമ്പയിൻ, ഈ ലഹരിക്കെതിരെയുള്ള ഒരു ക്യാമ്പയിൻ തുടങ്ങി. ഈ ചെറുപ്പക്കാർ പിള്ളേർക്കിടയിൽ വല്ലാത്ത രീതിയിൽ ഇങ്ങനെ. അതെ ചെറുപ്പക്കാരെ പിള്ളേർ മാത്രമേ വലിയവരും ചെയ്യുന്നുണ്ട്. എല്ലാ മേഖലയിലും മാതൃകയാകേണ്ട ആളുകൾ ഇപ്പോൾ ഹോസ്റ്റലിൽ നിന്നൊക്കെ കഞ്ചാവ് പിടിക്കുക, അത് തൂക്കി കൊടുക്കാൻ വേണ്ടി അവിടെ ത്രാസ് വെച്ചേക്കുക, പോസ്റ്റ് ഓഫീസ് വഴി കഞ്ചാവ് വരിക. നമ്മൾ കേട്ടിട്ടില്ലാത്ത രീതിയിൽ. പണ്ടൊക്കെ ഇതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അതെ അശോക് ചേട്ടൻ പണ്ടെന്നെ ഓർമ്മയുണ്ടോന്ന് അറിയില്ല. എനിക്കറിയാം, ഞാൻ വാർത്ത കാണുന്നില്ല. അല്ല, വാർത്തയ്ക്ക് മുമ്പൊരു ബന്ധമുണ്ട്. നമ്മൾ കാളിദാസ കലാകേന്ദ്രത്തിന്റെ ആദ്യത്തെ നമ്മുടെ ദൂരദർശനിലെ ടെലിഫിലിം ഓർമ്മയുണ്ടോ? നമ്മുടെ കൊട പാവം പോക്കുട്ടി. ആ പാവം പോക്കുട്ടിയിൽ ഞാൻ ചേട്ടനോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആദ്യത്തെ എനിക്കൊന്ന് ചേട്ടൻ്റെ ആദ്യത്തെ ടെലിഫിലിം ആയിരുന്നു, കൊല്ലത്ത് വെച്ച്. രാജേന്ദ്രൻ ഡയറക്ട് ചെയ്തു. അപ്പൊ ഞാൻ അതിനകത്തൊരു ചെറിയ എഴുതിയത് ഞാൻ പാവം പോക്കുട്ടി എന്ന് എഴുതിയിട്ട് ഓടുന്നയാള് ഞാനാണ്. ചെറുപ്പത്തിൽ വളരെ കുഞ്ഞായിരുന്ന സമയത്ത് 5ാം ക്ലാസ്സിൽ 4ാം ക്ലാസ്സിലാണ്. അപ്പോൾ സന്തോഷം അശ്വൻ ചേട്ടാ. അപ്പോൾ ജീവിതം സുഖമായിട്ട് പോകുന്നു. അപ്പോൾ നന്നായി. മയക്കുമരുന്ന് ഉപയോഗിക്കാതിരിക്കാൻ കൂടുതലും നമ്മുടെ മക്കളെ തന്നെ നമ്മൾ ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്നാൽ അവരെ വേറെ ആക്ടിവിറ്റീസിലേക്ക് തിരിച്ചു വിട്ടാൽ അവർ എൻഗേജ് ആകണം. കലാപരമായിട്ടാണെങ്കിൽ സ്പോർട്സ് പരമായിട്ടൊക്കെ അതുങ്ങളെ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് വിട്ടാൽ അവരതിലേക്ക് എൻഗേജ് ആകണം. ഇത് എൻഗേജ് ആകാതിരിക്കുമ്പോഴാണ് കൂടുതലും കുഴപ്പങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ സിനിമയാണെങ്കിലും കലയാണെങ്കിലും പാട്ടാണെങ്കിലും എന്തെങ്കിലും ഒന്നുകൂടി ജീവിതത്തിൽ വേണം. അത് വേണം. അപ്പം വളരെ വാച്ച് ചെയ്യണം പിള്ളേർ എങ്ങനെ എവിടെ പോകുന്നുള്ളത്. നമ്മൾ പുറകെ നടന്നാണ് മാതാപിതാക്കൾ അതിൻ്റെ പുറകിൽ പോകുന്നത്. ഭയങ്കര കഷ്ടമാണ്, ഭയങ്കര പേടിയാണ്. നമ്മുടെ നാടില്ലാതാകോ, നമ്മുടെ രാജ്യം ഇല്ലാതാകോ എന്നൊക്കെയുള്ള പേടിയാണ്. ഞങ്ങൾ ഒരു ക്യാമ്പയിൻ ഇട്ടിരിക്കുന്നത് ലഹരിയും വേണ്ട, ലഹളയും വേണ്ട, ഒന്നും വേണ്ട. ഒന്ന് പറഞ്ഞേക്കാവും. ലഹരിയും വേണ്ട, ലഹളയും വേണ്ട. നമുക്ക് നമ്മുടെ നാടും നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ സഹോദരങ്ങളും മാത്രം മതി. ഓക്കെ, സന്തോഷം ചേട്ടാ. അപ്പോൾ രാവിലെ 5 റൗണ്ട്. അരുൺ നമ്മുടെ MLA ഇവിടെ എത്തിയിട്ടുണ്ട്.